മോനാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ബ്രഹ്മം എന്ന ഏകാവസ്ഥ രണ്ട് ഭാഗങ്ങളായിട്ട് പിരിഞ്ഞപ്പോൾ അതിൽ ഒന്ന് നെഗറ്റീവ് എന്നും ഒന്ന് പോസിറ്റീവ് എന്നും കണക്കാക്കേണ്ടി വന്നു. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കണക്കാക്കേണ്ടി വന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മളുടെ ആ അറിവുണ്ടാകുന്നത് അങ്ങനെയാണ്. ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് പിരിയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. എന്താ വെച്ചാൽ നമ്മളുടെ ആ കണക്കുകൂട്ടലനുസരിച്ച് പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്നാൽ പൂർണ്ണമാകുമ്പോൾ, എന്നുവെച്ചാൽ രണ്ട് ഭാഗങ്ങളായിട്ട് പിരിഞ്ഞത് പൂർണ്ണമാകുമ്പോൾ അത് നമ്മളുടെ ഫലത്തിൽ, എന്നുവെച്ചാൽ നമ്മളുടെ ആ അറിവിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ അത് ശൂന്യം എന്ന് പറയേണ്ടി വരും. -1 +1 എന്ന് പറഞ്ഞാൽ ആ -1ന്റെ കൂടെ ഒരു +1 ചേർക്കുമ്പോഴാണ് നമ്മൾ ശൂന്യം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താണ്, പിരിഞ്ഞു ഇരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ചേരുമ്പോൾ വാസ്തവത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ പൂർണ്ണമാണ്. എന്നാൽ രണ്ട് പകുതികൾ ചേർന്നപ്പോൾ പൂർണ്ണമല്ലേ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളുടെ ഒരു സൃഷ്ടിയുടെ ബോധത്തിലേക്ക് അത് ശൂന്യം എന്ന് വന്ന് ഭവിക്കും. ശൂന്യം എന്ന നിലയ്ക്കാണ് അറിവുണ്ടാകുക. ഫലത്തിൽ പൂർണ്ണമാകുന്നതിനെ ശൂന്യമായിട്ട് ഒരു സൃഷ്ടിക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ബ്രഹ്മം എന്ന ആ പൂർണ്ണാവസ്ഥയെ നമ്മൾ എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിജാലങ്ങൾ. സൃഷ്ടി ഉണ്ടാകുന്ന രഹസ്യം പറയാണ്. സൃഷ്ടി ഉണ്ടാകുമ്പോൾ രണ്ടായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് പോസിറ്റീവ് എന്നും ഒന്ന് നെഗറ്റീവ് എന്നും ഭവിച്ചാൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉണ്ട് ഇല്ല എന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകും. ഉണ്ട് ഇല്ല എന്ന അവസ്ഥയല്ല വാസ്തവത്തിലുള്ളത്. ഇല്ല എന്നൊരവസ്ഥയേ ഇല്ല. ഇല്ല എന്ന് പറയുന്നത് എന്താണ്? ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നൊരവസ്ഥ വാസ്തവത്തിലില്ല. അതെങ്ങനെയാണ്? അത് പിരിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സൃഷ്ടിക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇല്ല എന്നുള്ളത്. വാസ്തവത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥയും ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകുകയാണ് ചെയ്തത്. ഏതിൽ നിന്ന്? പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥ. പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് അറിയാനോ അത് അറിയപ്പെടാനോ ഒരു വേറെ ഒരു അവസ്ഥ ഇല്ല. എന്താ? പൂർണ്ണമാണ്. അതില്ലാത്ത ഒരു അവസ്ഥ ഇല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് ബൗണ്ടറി ഇല്ലാതെ അനന്തപൂർണമായിട്ട് നിൽക്കുന്ന ആ അവസ്ഥയ്ക്ക് ഉണ്ട് എന്നറിയാൻ പറ്റുകയില്ല. അറിയണമെങ്കിൽ എന്ത് വേണം? ത്രിപുടി വേണം. ത്രിപുടി എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു അവസ്ഥ, അറിയപ്പെടേണ്ടതായിട്ടുള്ളൊരവസ്ഥ. പിന്നെ ഈ രണ്ടവസ്ഥകളും തമ്മിൽ എങ്ങനെയാണ് അതിന്റെ ബന്ധം എന്ന് പറയുന്ന അത് അറിവ് എന്നൊരവസ്ഥ. ഇങ്ങനെ മൂന്നവസ്ഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ അറിവ് എന്ന് പറയുന്ന ഒരു ബോധം എന്തിനാണ്? സൃഷ്ടിക്കുണ്ടാവുകയുള്ളൂ. മറ്റേ സൃഷ്ടി എന്ന് പറയുന്നത് ബൗണ്ടറി ഉള്ളതാണ്. അതിന് മറ്റു പലതും അറിയാനുണ്ട്. അതിന് അറിവ് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബോധമുണ്ട്. ഇങ്ങനെയൊക്കെ വന്നാലേ സൃഷ്ടിയാവുകയുള്ളൂ. അപ്പോൾ ബ്രഹ്മം ഒരു സൃഷ്ടിയല്ല. ബ്രഹ്മത്തിന് എന്തില്ല? ബൗണ്ടറി ഇല്ല. ബ്രഹ്മത്തിന് എന്തില്ല? മറ്റൊന്ന് എന്നുള്ള ബോധമില്ല. ബോധം ഉണ്ടാകുന്നത് മുഴുവൻ മറ്റൊന്ന് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ
മറ്റൊന്ന് എന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ജനിക്കുന്ന ഒന്നാണ് ഞാൻ എന്നൊരു ബോധം. അതിന് ഞാനിപ്പോഴും ഉദാഹരണം പറയുന്നത് എന്താണ്? ഒരു അന്ധൻ തൻ്റെ വഴി കാണുന്നത് പോലെ എന്ന് പറയും. അന്ധൻ വഴി കാണുന്നതും കണ്ണ് കാണുന്നവൻ വഴി കാണുന്നതും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ നമ്മൾ കാണുന്ന വഴിയെപ്പറ്റി നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് എന്തും മനസ്സിലാകണമെങ്കിൽ എന്തു വേണം? നമ്മളുടെ അനുഭവത്തിലുള്ളതല്ല, നമ്മളുടെ അനുഭവത്തിൽ ഇല്ലാത്തത് പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നതാണ് മനസ്സിലാകുന്നതെന്ന് നമ്മൾ കരുതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നതിനെപ്പറ്റി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. അതിനാണ് അന്ധൻ വഴി കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് അന്ധൻ വഴി കാണുന്നത്? എന്തൊരു വടിയെടുത്തിട്ട് തട്ടി നോക്കും. തട്ടി നോക്കുമ്പോൾ എന്താണ്? തടസ്സങ്ങൾ കാണും. തടസ്സങ്ങൾ കാണുമ്പോൾ മേളിലും താഴെയും വശത്തും ഒക്കെ ആയിട്ട് തട്ടുമ്പോൾ ഉള്ള തടസ്സങ്ങൾ ആണ് വാസ്തവത്തിൽ കാണുന്നത്. പക്ഷേ അന്ധൻ മനസ്സിലാക്കുന്നത് തടസ്സങ്ങളില്ലാത്ത വഴി എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒന്നിനെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് അതല്ല, അതിന്റെ നെഗറ്റീവാണ്. അതുപോലെയാണ് നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. നമ്മൾ അന്ധൻ വടി കൊണ്ട് തട്ടി നോക്കുന്നു, നമ്മൾ എന്തു പറ്റും? ഒരു ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് തട്ടി നോക്കുന്നത് എന്നാണ് വ്യത്യാസം. നമ്മൾ ലൈറ്റ് തട്ടി തിരിച്ചു വന്നില്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തട്ടി തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇല്ലാത്ത സ്ഥലമാണ് നമുക്ക് വഴിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിലേക്ക് പോകും. പക്ഷേ ലൈറ്റ് കൊണ്ട് നമ്മൾ അറിയുന്നത് നമ്മുടെ തടസ്സങ്ങൾ മാത്രമാണ്. ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള അന്ധന്മാർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന വടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തടസ്സങ്ങളെ കണ്ടിട്ട് തടസ്സമില്ലാത്ത വഴിയെ പോകുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അതുപോലെയാണ് എന്ത് വേണമെങ്കിലും മനസ്സിലാകണമെങ്കിൽ നമ്മൾക്ക് ഉള്ളിലല്ലാതെ പുറത്തുള്ള ഭാഗങ്ങളെ ആണ് അനുഭവിക്കാൻ കഴിയുക. ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അത് കണ്ണുകൊണ്ടായാലും മൂക്കുകൊണ്ടായാലും നാക്കുകൊണ്ടായാലും ചെവി കൊണ്ടായാലും പുറത്തു നിന്ന് ഉള്ള വസ്തുക്കളെ നമ്മൾ അതിൻ്റെ വസ്തുക്കളിലേക്ക് പ്രതിഫലിച്ചു വരും. അതിൻ്റെ സ്വഭാവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാകുന്നത് നമ്മളുടെ ആ കഴിവുകൾ അതിനകത്ത് തട്ടി പ്രതിഫലിച്ചു വരുമ്പോഴാണ് അതിൻ്റെ സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രീതിയോ, അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. നമ്മൾ അനുഭവിക്കുമ്പോൾ പുറത്ത് ഒരു വസ്തു കാണുന്നു, അത് പുറത്തല്ല നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയില്ല. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾക്ക് ഈ പുറത്ത് കാണുന്ന ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് മാത്രമേ, ഉദാഹരണങ്ങൾ പറയുന്നതൊന്നും അതല്ല. അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു കുട്ടിയെ ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ശാഖയിലേക്ക് ചൂണ്ടി, ആ ശാഖ രണ്ട് ശാഖയായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ് മരത്തിന്റെ കൊമ്പുകൾ. ആ ശാഖകളുടെ ഇടയിലൂടെ അങ്ങ് നോക്കാൻ പറയുമ്പോൾ ചന്ദ്രനെ കണ്ടു. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് ഈ ശാഖയായിട്ട് വല്ല ബന്ധമുണ്ടോ? പിന്നെ എവിടെയെങ്കിലും ശാഖകളുണ്ടെങ്കിൽ ചന്ദ്രനെ കാണുകയുള്ളൂ എന്ന് കൊച്ചു ധരിച്ചാൽ ശരിയാകുമോ? അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ആത്മീയം ഭൗതികം എന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ ആ കാണപ്പെടാനുള്ള ആ അവസ്ഥയുടെ ഉള്ളിൽ എന്ന് കാണപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങൾ എന്ന ഒരു ശരീരഭാഗം, ഇന്ദ്രിയങ്ങളെല്ലാം ശരീരം എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ആ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ഭാഗത്തിന് ഈ ബൗണ്ടറി
ഇന്ദ്രിയങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൗണ്ടറിയിലൂടെ മാത്രമേ പുറത്ത് എന്ന് ധരിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ. ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് കൂട്ടിയാൽ മതി. ബൗണ്ടറി ത്വക്ക്, അതാണ് ഏറ്റവും വലിയ ഒരു ബൗണ്ടറി. മറ്റതല്ല അതിനേക്കാൾ ചെറുതായിട്ട് ത്വക്ക്, എല്ലായിടത്തും ത്വക്കുണ്ട്. അപ്പൊ ബൗണ്ടറി എന്ന് പറയുന്നത് ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ഇങ്ങനെ ഉള്ള ഭാവവ്യത്യാസത്തിലുള്ള ബൗണ്ടറികൾ ചേർന്ന് ഒരൊറ്റ ബൗണ്ടറി ആയിട്ട് നമുക്ക് വ്യക്തി എന്ന് ധരിക്കുകയാണ്. ഈ ബൗണ്ടറിയിൽ തട്ടിപ്രതിഫലിച്ചു വരുന്നതാണ് നമ്മളുടെ കാഴ്ചകളും സ്പർശനവും ദർശനവും ശ്രവണവും രസനയും ഒക്കെ. മനസ്സിലാണ്ടോ? അപ്പോൾ അങ്ങനെ കണ്ണാടിയിൽ തട്ടിപ്രതിഫലിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ കണ്ണാടിയുടെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നത് പോലെ നമ്മളുടെ ഉള്ളിലെ ആ ഭാവങ്ങളെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കണ്ണാടികളിൽ തട്ടിപ്രതിഫലിച്ച് അത് നമ്മളുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് നിൽക്കുന്നതായിട്ട്, കണ്ണാടിയുടെ പ്ലെയിനിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളെ നമ്മൾ കാണുന്നത് പോലെയാണ് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ഭാവന പ്രതിഫലിച്ച് നമ്മൾ അനുഭവിക്കുന്നു. എവിടെ അനുഭവിക്കുന്നു? പുറമേ ഉള്ളത് അനുഭവിക്കുന്നു എന്ന് കരുതുന്നത്. ഇത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വശം. പക്ഷെ ബോധ്യപ്പെടുത്താനാണ് ഈ പറയുന്നത്. മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയാസമില്ല, ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. അതിന്റെ കാര്യമൊക്കെ നമുക്ക് വളരെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്താണ് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ്? സ്വപ്നം കാണുമ്പോൾ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് നമ്മൾ അതിന്റെ കഥയെ, തിരക്കഥ, സംവിധാനം എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് സിനിമ കാണുന്ന പോലെ വേറെ ആരെങ്കിലും കാണിക്കുന്നതാണോ? അല്ല, നമ്മൾ പുറമെയാണ് എല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ കണ്ണടച്ചു കിടന്നുകൊണ്ടല്ലേ സ്വപ്നം കാണുന്നത്. അപ്പൊ കണ്ണ് വേണോ കാണാൻ കണ്ണ് വേണ്ട. നമ്മളെ വാസനകളോ ദുർഗന്ധമോ സുഗന്ധമോ എന്തു വേണമെങ്കിൽ വരാൻ അതിന് മൂക്ക് പ്രവർത്തിക്കണോ? വേണ്ട. നമ്മൾ പറയുന്നത് പറയാനും കേൾക്കുന്നത് കേൾക്കാനും വായോ ചെവിയോ വല്ലതും പ്രവർത്തിക്കണോ? പായസം കഴിച്ചതായിട്ട് നമ്മൾ ആസ്വദിക്കണമെങ്കിൽ അതിന് പായസം നമ്മൾ കഴിക്കണോ? ഒന്നും വേണ്ട. സ്വപ്നത്തിൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ പുറമേ ഒരു ലോകം അനുഭവിക്കുന്നു. പക്ഷെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. പക്ഷെ എന്നും അനുഭവിക്കുന്നൊരു കാര്യമാണ്. അതിനെ നമുക്കൊട്ടും മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നും, പക്ഷെ മനസ്സിലാകുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കാൻ വേറെ എന്താണ്? ഉദാഹരണങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ തെറ്റാണ്. പക്ഷെ ആ തെറ്റുകൾ കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അതിനെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് ഇത് മതി. നന്ദി, നമസ്കാരവും നമഃശിവായ.